ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുത്തനൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കൊണ്ടുവരാൻ പോകുന്നത് ഈ ഒരു ഓൾ ഇന്ത്യ പെർമിറ്റ് ലോറിയാണ്. നമ്മുടെ അശോക് ലൈലാൻഡിൻ്റെ BS4 വണ്ടിയാണ്. അപ്പോൾ എന്തായാലും അതേ ഫുള്ള് ലോഡൊക്കെ അടിച്ച് 5-6 ദിവസമായിട്ട് ഇവിടെ കിടക്കുമായിരുന്നു ഗൈസ്. ഡ്രൈവറൊന്നും ഇല്ലാതെ ഞാനാണ് ജസ്റ്റ് ഇതുവഴി പോയപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തതാണ്. അപ്പോൾ നമ്മൾ ബസ് കൊണ്ടിട്ടാണ് ഫോട്ടോ എടുത്തത്. അപ്പം അവർ ചോദിച്ചു, ബ്രോ ഹെവി ഡ്രൈവർ ആണോ, എന്നാൽ ഓടിക്കാൻ അറിയാമെങ്കിൽ ഇതൊന്ന് ട്രിപ്പ് എടുക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ നമുക്ക് നേരത്തെ അറിയാവുന്നൊരു പുള്ളിയുടെ ഒരു വണ്ടിയാണ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ എടുക്കാമെന്ന് വിചാരിച്ചത്. എന്തായാലും ഇവിടുന്ന് കുറേ സാധനങ്ങൾ കൊണ്ടുപോകാനുള്ള പരിപാടിയാണിത്. ഇവിടുന്ന് കുറേ ഇങ്ങനെ ലോഡ് അടിച്ച് നിറച്ച് വെച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് അങ്ങ് പോയേക്കാം. ഓക്കെ, നമുക്കൊരു ഫോട്ടോ ഒക്കെ എടുത്ത് വെക്കാം, നമുക്ക് തംബ്നെയിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ തംബ്നെയിലുള്ള ഫോട്ടോ റെഡിയായി. ഓക്കെ, എന്തായാലും നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് പോകും. അകത്തൊരുത്തൻ ഇരിപ്പുണ്ട്, അവൻ നമ്മുടെ കൂടെ വരുന്നതാണ്. ഓക്കെ, എന്തായാലും ഒരു 5-6 ദിവസമായിട്ട് ഇങ്ങനെ ഫുള്ള് ലോഡായിട്ട് കിടക്കുമായിരുന്നു. ഓക്കെ, അപ്പോൾ ഒരു ഡ്രൈവർ വരുമെന്ന് പറഞ്ഞ പുള്ളിക്കാരൻ ഇതുവരെ വന്നില്ല. കാരണം അയാൾക്കൊരു തമിഴ്നാട് ട്രിപ്പുണ്ട്, അപ്പോൾ അങ്ങോട്ട് പോയേക്കുവാണ്. അവിടുന്ന് വരാൻ കുറച്ച് ലേറ്റ് ആവും. അപ്പോൾ ഇത് കുറച്ച് ഫുഡ് ഐറ്റംസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കേട് വരാനൊക്കെ ചാൻസ് ഉണ്ട്. അതാണ് പെട്ടെന്ന് തന്നെ നമ്മളെ ഇങ്ങനെ പോകാനായിട്ടുള്ള ട്രിപ്പ് അവർ അറേഞ്ച് ചെയ്തത്. അപ്പോൾ എന്തായാലും നമുക്കെന്തായാലും വണ്ടി എടുത്തുകൊണ്ടങ്ങ് പോയേക്കാം ഗൈസ്. ഇനിയും ഈ ഒരു വണ്ടി ആയതുകൊണ്ട് ഇനി എയറും കാര്യങ്ങളൊക്കെ കയറ്റി സെറ്റാക്കണം. കാരണം ഒരു 5-6 ദിവസം ആയില്ലേ, അതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ അകത്ത് കയറിയിട്ടുണ്ട്. ഇതാണ് ഇൻറ്റീരിയർ. അപ്പോൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്തൊന്ന് റേസ് ചെയ്തൊക്കെ നോക്കാം. നമുക്ക് ഡീകംപ്രഷനൊക്കെ കറക്റ്റാക്കിയിട്ട് വണ്ടി എടുക്കാം. ഓക്കെ, നമ്മുടെ അടുത്ത് ഒരുത്തൻ ഇരിക്കുന്നുണ്ട് നമ്മുടെ സൈഡിലായിട്ട്. ഓക്കെ, ഓക്കെ, നമുക്കെന്തായാലും വണ്ടി സ്റ്റാർട്ട് ചെയ്തേക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. ഞാൻ വിളിച്ച് കുറച്ച് ദിവസം ആയതുകൊണ്ട് സ്റ്റാർട്ടൊന്നും ആവാൻ ചാൻസ് ഇല്ലെന്ന്. ഓക്കെ, എന്തായാലും സ്റ്റാർട്ടൊക്കെ ആയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഡീകംപ്രഷനൊക്കെ കറക്റ്റാക്കിയിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോവാം ഇവിടുന്ന്. ഓക്കെ, ഓക്കെ, അങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് നേരം ആയിട്ടുണ്ട്. എന്തായാലും നമുക്കിനി വണ്ടി അങ്ങ് എടുത്തേക്കാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ഗിയറിലോട്ടിട്ട് വണ്ടി അങ്ങ് എടുക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. നിങ്ങൾ ലൈക്ക് ചെയ്താൽ നമ്മുടെ വണ്ടിയുടെ പവറൊക്കെ കൂടുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്ത് വെക്കുക. നമ്മുടെ ഫസ്റ്റ് ചാനലുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ പോയി. ഞാൻ എൻ്റെ ഫസ്റ്റ് ചാനലിൻ്റെ ലിങ്ക് പറ്റുവാണെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും പോയി സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. ഓക്കെ, അല്ലെ പിന്നെ ഫുള്ള് നമ്മുടെ ഗെയിമിംഗ് ഡ്രൈവർ 2.0 എന്നൊരു ക്യാപിറ്റൽ ലെറ്ററിൽ അടിച്ചു കൊടുത്താൽ മതി നമ്മുടെ സെർച്ച് ബാറിൽ പോയിട്ട് നമ്മുടെ യൂട്യൂബിൽ, അപ്പം കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു വഴിയാണ്, ഇതുവഴി അങ്ങ് എടുത്തുകൊണ്ട് പോവാം. എന്തായാലും വണ്ടിയൊന്നും വരുന്നില്ല, നമുക്ക് നൈസായിട്ട് വളച്ചൊടിച്ചങ്ങ് എടുക്കാം. ഓക്കെ 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 അങ്ങനെ ഇത്രയും വലിയൊരു വണ്ടി നമ്മൾ നൈസായിട്ട് വളച്ച് കയറ്റിയിട്ടുണ്ട്. വലിയ വണ്ടിയൊന്നും വരവില്ല, അതാണ് ഇത്ര സിമ്പിളായിട്ട് നമുക്ക് വളച്ചെടുക്കാനായിട്ട് പറ്റിയത്. ഫ്രണ്ടിലൊരു ഫോർച്യൂണറും കാര്യങ്ങളൊക്കെ കിടക്കുന്നു. നമുക്കെന്തായാലും ഈ സൈഡ് വഴി കയറി അങ്ങ് പോയേക്കാം. ഓക്കെ, അവിടെ ഗ്രീൻ ലൈറ്റ് ആണല്ലോ, പിന്നെന്താ ഇവന്മാർ പോവാത്തത്? ഓക്കെ, ബ്ലോക്കാണ് ഗൈസ്, ബ്ലോക്കാണ്. ഇപ്പം നമ്മൾ ഇതിൻ്റെ ഇടയിൽ പെട്ടുപോയനെ. നമുക്ക് അങ്ങോട്ടാണ് ഗൈസ് പോവേണ്ടത്, നമുക്ക് റൈറ്റിലോട്ടാണ് പോവേണ്ടതാണ്. ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട്, ഇതുവഴി കയറിപ്പോയി നോക്കാം. ഓക്കെ ഓക്കെ, എടാ ഒന്ന് മാറിത്താടാ, ആരും ഒന്ന് മാറിത്തരുന്നില്ല ഗൈസ്. എന്തായാലും ഇതിൻ്റെ ഇടയിൽ കൂടെ കുത്തി കയറാൻ പറ്റും. ഓക്കെ, ഓക്കെ, നമ്മൾ വിചാരിച്ചാൽ ലോറിയെ തട്ടിയെന്ന്. എന്തുവാ നീ വലിയ പാസ് ലൈറ്റൊക്കെ ഇട്ട് കാണിക്കുന്നേ? ഞാൻ മാറിയാലും നീ പോകത്തൊന്നുമില്ല. ഓക്കെ, അതേ അവൻ നമ്മൾ ഫ്രണ്ടിൽ കയറി ഇപ്പോൾ പാസ് ലൈറ്റൊക്കെ ഇട്ട് കാണിക്കുന്നത്. ഒരു പോലീസുകാരൻ പോകുന്നു, പോലീസിൻ്റെ വണ്ടിയാണ്. നിങ്ങളിതൊന്നും കാണുന്നില്ല, ആ ബ്ലോക്കൊക്കെ ഒന്ന് മാറ്റിയിട്ട് പോകും.
ഓക്കെ, പുള്ളിക്ക് പണി കിട്ടാതിരിക്കാൻ അടിച്ച് പറത്തി അങ്ങ് പോവുകയാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഒറ്റയാളെ ഉള്ളെന്ന് തോന്നുന്നു വണ്ടിക്കകത്ത്. അതാണ് ഇങ്ങനെ. കുറേ പേരുണ്ടായിരുന്നെ ഇറങ്ങി കണ്ട് ചോദിക്കുകയൊക്കെ ചെയ്ത് തന്നെ. ഓക്കെ, എന്തായാലും നമ്മൾ ആ വണ്ടി ഇങ്ങനെ ഓവർടേക്ക് ചെയ്ത് കയറിയിട്ടുണ്ട്, നമ്മുടെ എന്താണ് പോലീസ് വണ്ടിയൊക്കെ. ഓക്കെ, ഇതേ ഒരു ഐഷർ വരുന്ന. ഓക്കെ, ഇത് അത്യാവശ്യം വലിയൊരു വളവാണ്. നമ്മുടെ ആനവണ്ടിയൊക്കെ പോകുന്നുണ്ട്. ആനവണ്ടി ഫുള്ള് ട്രിപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഓർഡിനറിയാണ്, ട്രിപ്പെല്ലാം കഴിഞ്ഞ് തിരിച്ച് പോവുകയാണ് സ്റ്റാൻഡിൽ കിടക്കാൻ. ഫുള്ള് ഷട്ടറൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചവിട്ടിയതാണ്. വീണ്ടും സിഗ്നൽ. അപ്പോൾ എന്തായാലും സിഗ്നലൊക്കെ കഴിഞ്ഞിട്ട് കാണാം. എനിക്ക് സിഗ്നലിനകത്ത് വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കാൻ ഇച്ചിരി മടിയാണ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ കുറേ നേരത്തെ വണ്ടി ഓടിച്ച് കുറേ നേരം തളർന്ന് അങ്ങനെ കുറച്ച് ദൂരം ഇങ്ങനെ എത്തിയപ്പോഴത്തേക്ക് നമ്മൾ ജസ്റ്റ് ഇവിടെ കുറച്ച് ലോഡ് എടുക്കാനായിട്ട് വന്നതാണ്, ലോഡ് ഇറക്കാനായിട്ട് വന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവിടെ ഈ കടയിലേക്ക് കുറച്ച് ഈ സംഭവങ്ങൾ കൊടുക്കണം. എന്തുവാണെന്നൊന്നും എനിക്കറിയത്തില്ല. നമ്മുടെ കൂടെ വന്ന ആ പുള്ളിക്കാരന്മാർ കുറച്ച് സാധനങ്ങളൊക്കെ ഇറക്കി കൊടുത്തിട്ടുണ്ട്. എന്തോ അരിയോ കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും നമുക്ക് ഇതൊരു പച്ചക്കറിക്കടയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് പോയേക്കാം. ചെറിയൊരു വഴി കൂടാണ് നമ്മളെ കുത്തിക്കയറ്റി ഇറക്കിക്കൊണ്ട് വന്നത്. എന്തായാലും തിരിക്കാനൊരു സീനൊന്നുമില്ല ഗൈസ്. എന്തായാലും തിരിക്കാനൊരു സീനൊന്നുമില്ല. നമുക്ക് നൈസായിട്ട് ഇറക്കിക്കൊണ്ട് വരാനൊരു ചെറിയൊരു ബുദ്ധിമുട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ഇനി കയറ്റാനാണ് അയ്യോ ഗൈസ്, ബാക്ക് തട്ടിയെന്ന് തോന്നുന്നു. സ്ഥിരം തട്ടലും മുട്ടലും ഒക്കെ കിട്ടുന്ന വണ്ടിയല്ലേ, കുഴപ്പമില്ല. ഓക്കെ, എന്തായാലും ബാക്കിലോട്ട് ഇറക്കിയിട്ട് തിരിച്ച് ഒടിച്ചങ്ങ് കയറിപ്പോവാം. ഓക്കെ, മതി. ഇനി ഈ ഒരു ചെറിയ വഴി കൂടാണ് നമ്മൾ വന്നത്. നമ്മൾ ഫുള്ള് ഒടിച്ചാണ് ഇറക്കുന്നത്. ഓക്കെ, ഓക്കെ, ഈ ഒരു ചെറിയ വഴി കൂടാണ് നമ്മൾ പോവേണ്ടത്. ഇവിടെ കയറിയിട്ട് നേരെ ഇടത്ത് പിടിച്ചങ്ങ് പോയാൽ മതി. ഇവിടുന്ന് ഇനി ഇങ്ങോട്ട് ഇടത്ത് പിടിച്ചാണ് നമ്മൾ പോവേണ്ടത്. അത് കഴിഞ്ഞ് നേരെ പോവുകയാണ്, വേറെ പരിപാടിയൊന്നുമില്ല. ടാങ്കർ ലോറിയൊക്കെ പോകുന്നത് ഇവിടെ ഫുള്ള് KSRTC ആണ് ഗൈസ്. ഷട്ടർ ഇട്ടുകൊണ്ട് പോവാണ്. കയറ്റം കയറടാ. ഓക്കെ, നിർത്തിയിട്ടോണ്ടാണ് ഇച്ചിരി സീൻ. ഓക്കെ, അയ്യോ തട്ടല്ലേ. ഓക്കെ, ഇതൊരു നമ്മുടെ പ്രൈവറ്റ് ബസ്സൊക്കെ. അയ്യോ, നമ്മുടെ ആനവണ്ടി വരുന്നുണ്ട് ഗൈസ്. സ്ഥലം മാറി കൊടുക്കട്ടെ, ഇല്ലേ പുള്ളി പണി തരും. ഓക്കെ, എന്തായാലും നൈസായിട്ട് നമുക്ക് വണ്ടി എടുത്തേക്കാം. നമ്മുടെ വീണ്ടും ആനവണ്ടിയും കാര്യങ്ങളും ഒക്കെയാണ്. ഇവന്മാരെ ട്രിപ്പ് കഴിഞ്ഞ് പോവുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ വണ്ടിയൊന്നുമില്ല, നമുക്ക് നൈസായിട്ട് റോഡിലേക്ക് അങ്ങ് ഇറക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ഒരിടത്ത് ലോഡ് കൊടുത്തു. ഇനി നമുക്കിങ്ങനെ ഇറങ്ങി കൊടുക്കേണ്ട ആവശ്യമില്ല. നേരെ ചെന്നൊരു സ്ഥലത്താണ് ഈ ഫുള്ള് ലോഡ് ഇറക്കേണ്ടത്. ഓക്കെ, അവിടെ കുറച്ച് ബ്ലോക്കിലൊക്കെ പെട്ട് കിടന്നിട്ട് പിന്നെ ഫുള്ള് ബ്ലോക്കായിരുന്നു. അതാണ് നമ്മൾ വീഡിയോ ഒന്നും എടുക്കാഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ലോഡെല്ലാം ബ്ലോക്കെല്ലാം മാറിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അടിച്ച് പറത്തി അങ്ങ് പോവാം. ഓക്കെ, ഇനി നമ്മുടെ ഡെസ്റ്റിനേഷൻ കൊല്ലം ആണ്. അപ്പോൾ അവിടെ കൊണ്ടാണ് ഈ ലോഡ് ഫുൾ ഇറക്കേണ്ടത്. ഓക്കെ, നൈറ്റ് ആകുമ്പോൾ വലിയ തിരക്കൊന്നും കാണത്തില്ലെന്ന് പറഞ്ഞാണ് ഈ ലോറികളെല്ലാം നൈറ്റ് ഇറങ്ങുന്നത്. അപ്പം നൈറ്റ് ഇറങ്ങുമ്പോൾ ഫുള്ള് ഇപ്പോൾ തിരക്ക് നൈറ്റിലാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും വലിയ സീനൊന്നും ഇല്ല ഇറക്കാനൊക്കെ. ഇവിടുന്ന് നേരെ അങ്ങ് പോയാൽ മതി. ഓക്കെ, അപ്പോൾ ഗൈസ് ഇനി നമ്മൾ നേരെ എവിടെയെങ്കിലും കൊണ്ടൊന്ന് നിർത്തണം. ഇനി ലോഡ് ഇറക്കുന്ന സ്ഥലത്തേ ഉള്ളൂ നമ്മൾ നിർത്തുന്നത്. അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോകുന്ന വഴിയിലൊരു ചെറിയ സീനുണ്ട്. കാരണം ഈ പോലീസുകാരൊക്കെ കാണുന്നൊരു വഴിയാണ്. അപ്പോൾ അവിടെ അതുവഴി കൂടുതൽ വണ്ടിയൊന്നും പോകാൻ ചാൻസ് ഇല്ല. അതിൻ്റെ ഒരു ചെറിയൊരു വഴിയുണ്ട്, അവിടെ സ്ഥിരം പോലീസൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് അതുവഴി വണ്ടികളൊന്നും പോകത്തില്ല. നമുക്ക് പറ്റുവാണെങ്കിൽ ആ ഒരു വഴിക്ക് കയറി പോവാം. കാരണം അവിടെ വണ്ടിയൊന്നും കാണത്തില്ല, തിരക്കൊന്നും കാണത്തില്ല. അപ്പം നമുക്ക് അതുവഴി കയറി പോയാൽ പെട്ടെന്ന് നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്താം. പിന്നെ പോലീസ് ചെക്കിംഗ് ഒക്കെ കാണും, അത് സീനില്ല. കാരണം നമ്മൾ ഇല്ലീഗലായിട്ടുള്ള വർക്കൊന്നും അല്ലല്ലോ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ലീഗൽ തന്നെയാണ്, അതുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല. ലീഗൽ വർക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ പോലീസിൻ്റെ ഫ്രണ്ടിൽ കൂടെ ധൈര്യമായിട്ട് പോവാം. ഓക്കെ, അന്ന് നമ്മുടെ ലോറി പിടിച്ച പോലീസുകാർ വല്ലതും ആണെങ്കിൽ, അന്ന് നമ്മുടെ പാറ കടത്തിയ ലോറി പിടിച്ച പോലീസുകാർ വല്ലതും ആണെങ്കിൽ പണി കിട്ടും. ഓക്കെ, അപ്പോൾ എന്തായാലും അവരൊന്നും ഇവിടെ വരാൻ ചാൻസ് ഇല്ല.
നമുക്ക് എന്തായാലും അടിച്ച് പറത്തി സ്പീഡിൽ അങ്ങ് വിടാം. അത്യാവശ്യം ഈ ഒരു ചെറിയ വഴി കൂടെ നമ്മൾ നമ്മുടെ ബസ് ഓടിക്കുന്ന എക്സ്പീരിയൻസ് വെച്ച് സ്പീഡിലാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് BS4 വണ്ടി ആയതുകൊണ്ട് തന്നെ നല്ല സ്റ്റെബിലിറ്റി ഒക്കെ ഉണ്ട്. BS4 ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, പുതിയ ടയർ ഇട്ടുകൊണ്ടായിരിക്കും. നല്ല പുതിയ അത്യാവശ്യം നല്ല അടിപൊളി ഗ്രിപ്പുള്ള ടയറൊക്കെയാണ് ഇട്ടേക്കുന്നത്. എനിക്ക് തോന്നി കയറ്റമൊക്കെ കയറാൻ നേരം ഇങ്ങനെ വലിച്ച് കയറിപ്പോകാൻ വേണ്ടിയാണ് നല്ല ടയർ. ഓക്കെ, എന്തായാലും കൊള്ളാം. ഇത് നമ്മുടെ ഫ്രണ്ടിൽ പോലീസൊക്കെ പോകുന്നുണ്ട്. പോലീസാണോ MVD ആണോ? ഓക്കെ, എന്തായാലും അവരെ അങ്ങ് ഓവർടേക്ക് ചെയ്ത് കയറാൻ പറ്റത്തില്ല. ഓക്കെ, നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചതാണ്. അവിടെ ഇതേ ഒരു പ്രൈവറ്റ് ബസ്സും ഒരു ട്രാവലറും. ഓക്കെ, അപ്പം ഡീസലൊന്നും നമുക്ക് അടിക്കണ്ട, അതുകൊണ്ട് നമുക്ക് അങ്ങ് പോവാം. ഇതേ ഒരു ലോറി റോഡിലേക്ക് കയറുന്നുണ്ട്. ഓക്കെ, അതൊരു 6 വീലറാണ്, നമ്മൾ 14 വീലറാണ്. നമ്മളാണ് ഇച്ചിരി കൂടെ വലിയ വണ്ടി. ഓക്കെ, അപ്പോൾ ട്രാവലറിനെ ഓവർടേക്ക് ചെയ്യാൻ പോലും പറ്റത്തില്ല. അതുപോലെ ട്രാവലർ തന്നെ വന്ന് പണി മുടക്കി. അതേ ഒരു പോളോയാണോ അത്? ഓക്കെ, ഫോർച്യൂണർ പോട്ടെ. അപ്പോൾ വണ്ടിയൊന്നുമില്ല, നമുക്ക് ഓവർടേക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് നൈസായിട്ട് ആ ട്രാവലറിനെയും കടത്തി വെട്ടി ഇങ്ങ് കയറിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇവിടെ ഫുള്ള് ട്രാവലറാണല്ലോ. ഗൈസ്, അപ്പോൾ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമൊക്കെ ഫോളോ ചെയ്യുക. നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം ഗൈസ്. അപ്പം ബൈ.